കേസ് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഫൈനൽസ് വരെ എത്താൻ സാധ്യതയുള്ള മത്സരം എത്തൂല. അവർക്ക് അങ്ങനെ അടങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലും അല്ല. ചേച്ചി ദുബായില് ഡാൻസിൽ കളിക്കാൻ പോയിരുന്നല്ലോ ബാറിന്റെ പ്രൊമോഷന് വേണ്ടി. അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി പറഞ്ഞ അത്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. രേണു സുധിയെ ഒരു സാമൂഹിക വിപത്തായി കണ്ട് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ, ഈ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ എല്ലാത്തിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഊർജിതമായി പൊതുസമൂഹം മൊത്തം ഏറ്റെടുക്കണം. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം. ഞാൻ ആദ്യം ഒന്നൊന്നായിട്ട് കാണിക്കാം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം വ്യക്തമായി കേൾക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം. ഓക്കെ. ദുബായ് പോലീസ് രേണു സുധി അറസ്റ്റ് ചെയ്തു. ജയിലിലായിരുന്നു. ജയിലിലായതിനു ശേഷം രേണു സുധി ജയിലിൽ നിന്ന് അവിടെ കൈയും കാലൊക്കെ പിടിച്ച് ഇവിടെ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ എന്തായി കാണിക്കുന്നത്? അവിടെ ബാറിൽ പോയിട്ട് മറ്റേ ക്യാബറ ഡാൻസ് കളിക്കുന്നു, നേവലൊക്കെ കാണിച്ച് ഡാൻസ് കളിക്കുന്നു, കള്ള് കുടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നു. എത്ര വൃത്തികേടുകളൊക്കെയാണ് ദുബായിൽ പോയി കാണിച്ചത്. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്കൊന്നൊന്നായിട്ട് കേൾക്കാം. അതിനു മുമ്പ് ആദ്യം ഒരു സാധനം, നിങ്ങൾ ആ ഒരു കള്ള് കുടിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചില്ല. ആദ്യം ഒന്നൊന്നായിട്ട് ഞാൻ പറയുന്നു, ഇപ്പോഴും ഫുള്ള് കാണണേ. ഓക്കെ. ഈ കള്ള് കുടിക്കാൻ എന്ന് പറഞ്ഞിട്ട് കള്ള് കുടിച്ചുകൊണ്ടുള്ള സംഭവമാണ്. ഇവരെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് രേണു സുധി നമ്മുടെ ദുബായിലേക്ക് പോയതാണ്. സന്ദർഭത്തിൻ്റെ ഒരു കറക്റ്റ് ഒരു സംഭവം. അവർ ദുബായിലേക്ക് എന്തോ ഒരു ഇനാഗുറേഷന് വേണ്ടിയിട്ടും മറ്റുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. അങ്ങനെ പോയി അവിടെ ഒരു ബാറിൽ എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊമോഷനായിട്ടാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പാപ്പിലോൺ എന്ന അങ്ങനെ ഒരു ബാർ. അങ്ങനെ ഒരു ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നാട്ടിലുള്ള രേണു സുധിയെ വിളിക്കണമെങ്കിൽ, അവർ അത്രയും പൈസ മുടക്കി അവരവിടെ കൊണ്ടുപോകണമെങ്കിൽ രേണു സുധിയിലൂടെ അവർക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുമെന്നുള്ള കാരണം കൊണ്ടായിരിക്കണമല്ലോ കൊണ്ടുപോയത്. അല്ലാതെ പോയവർക്ക് വട്ടൊന്നുമില്ലല്ലോ. ഈ കാണിച്ചേക്കുന്ന സാധനം കള്ള് ആണെന്നുള്ള കാര്യം പൂർണ്ണ ബോധ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മൾ പറയേണ്ടത്. സിനിമയിൽ നല്ല പക്കയായിട്ട് വെള്ളം അടിക്കുന്ന സ്പിരിറ്റ് എന്നുള്ള മൂവി, മറ്റുള്ള സിനിമ ലാലേട്ടനായാലും മമ്മൂക്കയാണെങ്കിലും മറ്റുള്ള നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും എല്ലാവരും കഴിക്കുന്നത് ആ ഒരു സംഭവങ്ങളൊക്കെ മദ്യമാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ ഇവരടിച്ചത് മദ്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയതാണ്. ഇനി രേണു സുധി പറയുന്ന കാര്യവും, ഇനി അതോടൊപ്പം തന്നെ വേറെ കുറച്ച് ആൾക്കാർ രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടെ ഇട്ടേക്കാം. ഒന്നൊന്നായിട്ട് കാണാം. ആദ്യം രേണു സുധി പറയുന്നത് കേൾക്കാം. നമസ്കാരം, രേണു സുധി. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലും അല്ല. കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചിതൽ ബ്ലോഗും അതുപോലെ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും. ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ. ബാക്കി കുറെ ഇങ്ങനെ നട്ടാ കുറയ്ക്കാത്ത കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാൻ. അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പം ഇവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം രേണു സുധി ഈ വീടിന്റെ ഐശ്വര്യം. കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞ് കുറെ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നാണമുണ്ടോ നട്ടാ കുറയ്ക്കാത്ത ഈ കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ? എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലും അല്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി, ഇല്ലാത്തവര് കഴിക്കേണ്ടതേ. പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവിലെന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത്. അതുപോലെ പ്രമോഷൻ ആയിരുന്നു. അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അഭിനയിച്ചതാണ്. അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്കിത് പ്രതികരിക്കാൻ തോന്നുന്നത്. ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്കൊന്നും എനിക്ക് ഇതിൽ കൂടുതൽ എന്നാ പറയാൻ? നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സാൻ മറീനോ ഹോട്ടൽ പാപ്പിലോണിലുണ്ട്. 11-ാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ട് ഞാൻ ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ. അപ്പം എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ചെയ്തേക്കുന്ന വലിയ ക്രൂരത എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത്. ഇനി അടുത്ത് പിന്നാലെ ഇവരെ വിമർശിച്ചുകൊണ്ട് ഒരു പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. അവരുടെ ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം. അവരുടെ ആ വിമർശനം നിങ്ങൾ ആദ്യം കാണണം. കണ്ടതിന് ശേഷം മാത്രമാണ് അവരുടെ ഇവരെ വിമർശിക്കാനുള്ള ക്വാളിറ്റി അവർക്കുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു
കൈയില്ലാത്ത ഒരു വിരലില്ലാത്തവർ കൈയില്ലാത്തവർ കളിയാക്കുന്ന പറയുന്നില്ല, അതുപോലത്തെ സെയിം പരിപാടി കാണിച്ചു തരാം. തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഫൈനൽസ് വരെ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരം എങ്ങനെ എത്തൂല. അവർക്ക് അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് രേണു ഫൈനൽ വരെ എത്താൻ സാധ്യതയുള്ള ഒരു ഇതായിട്ടാണെന്ന് തോന്നിയെന്ന് ചോദിച്ചപ്പോഴേക്ക് ഇവർ പറയുന്ന കാര്യം അവർക്ക് അതിനൊന്നും പറ്റത്തില്ല. അവർക്ക് അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളൊന്നും അല്ല എന്നുള്ളത്. അവർക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കണം, അതൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായ കാര്യം. ഇനി ഇത് വിമർശിച്ച് കുറെ ആൾക്കാർ വരും, നീ നല്ലതാണ്, ഞാൻ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ നല്ലതല്ല. ഞാൻ നല്ലതാണെന്ന് ചോദിച്ചാൽ ഞാൻ നല്ലതൊന്നുമല്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൻ്റെ അകത്ത് കയറി അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറയും. ഓക്കെ, നമ്മൾ നല്ലതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാറിപ്പറന്ന് നടക്കാൻ താല്പര്യമുള്ളവർ പാറിപ്പറന്ന് നടക്കട്ടെ, റൂമിൻ്റെ അകത്തിരിക്കാൻ താല്പര്യമുള്ളവർ റൂമിൻ്റെ അകത്തിരിക്കട്ടെ. അത് മറ്റ് അവരവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ളവർ അവരുടെ ജീവിതങ്ങൾ ജീവിച്ചു തീർക്കട്ടെ. അതിനപ്പുറത്തേക്ക് എന്താ ചോദിക്കാനും പറയാനിരിക്കുന്നത്? അതിനകത്ത് ഞാൻ എന്താണ് നല്ലതാണെന്ന് വെച്ചാൽ ഞാൻ നല്ലതൊന്നുമല്ല, പക്ഷെ ഞാൻ അഭിപ്രായങ്ങൾ പറയും എന്ന് പറയുന്നതിനകത്തുള്ള ഇരട്ടത്താപ്പാണെന്ന് പറയും. ഇനി ഈ പുള്ളിക്കാരത്തിയുടെ ഒരു സംഭവം കാണിച്ചു തരാം, അത് പിന്നാലെ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് ആൾക്കാർ രേണു ഇതുവരെ ഒരു വീഡിയോസും റിയാക്ട് ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരും പറഞ്ഞ കാര്യങ്ങളോ ആരും ഒരുപാട് പേര് സൈബർ അറ്റാക്ക് ഒക്കെ ഒരുപാട് ഉണ്ടായ ഒരാളല്ലേ. പക്ഷെ ആർക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേണുവിന് അത് കൊള്ളാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ കാണിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരത്തി കാണാത്തോണ്ടെന്ന് പറഞ്ഞത് ആ സ്ത്രീ അവർ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അവരുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, മറ്റു പല ചാനലുകളുടെ ബൈറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവർ മറ്റു പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പരിമിതി എന്നുകൊണ്ട് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതൊക്കെ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർ കാണാത്തതിനെ കുറിച്ചാണ്. ഇനി ഇവർ പറഞ്ഞില്ലേ ഇവർ അടങ്ങി ഇരിക്കാൻ പറ്റുന്നത്. നമുക്ക് അടക്കമൊതുക്കം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അടക്കമൊതുക്കത്തിനെ കുറിച്ച് കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് അടക്കമൊതുക്കം ഒന്ന് കാണാം. കാണണേ, അലിൻ ജോസ് പെരേര കൈ പിടിച്ചുകൊണ്ട് വരുന്ന ആരെയാ? കോടികളുടെ സ്വത്തുണ്ടായിട്ടും കല്യാണം ഗ്രാൻഡായി കഴിക്കാൻ സിമ്പിളായി കല്യാണം കഴിച്ചു AJP. കണ്ടല്ലോ, ഇവർ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ന്യൂസ് വന്നത്. ഈ പറഞ്ഞ പുള്ളിക്കാരുടെ പേര് ശ്രീലക്ഷ്മി അങ്ങനെ സംതിങ് എന്തോണം. അവരെയും ഈ പറഞ്ഞ അലിൻ ജോസ് പെരേരയും കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അന്ന് വന്നത്. ഭയങ്കരമായിട്ടത് സംഭവം വന്നു. അതിനുശേഷം ഈ സാധനം മാറ്റി പറഞ്ഞുകൊണ്ടുള്ള സംഭവം വന്നു. കാരണം നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഇവരൊക്കെ ഏതുവരെയൊക്കെ പോകുന്നത് അറിയാം. സംഭവം ശരിക്കും ഫേക്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു ചെയ്തത്. ഇത് ഒരു ഹാരമിട്ടു കല്യാണ ഡ്രസ്സിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ബോധമില്ലാത്തവരൊന്നുമല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉടനെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറയാം. അഥവാ കല്യാണം കഴിച്ചെങ്കിൽ അവരുടെ ഇഷ്ടം എന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് ഇതിന് ശേഷം ഇവർ തന്നെ പറഞ്ഞൊരു ഒരു സംഭവം നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾ താലി കെട്ടുന്ന വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ താലി കെട്ടുന്ന വീഡിയോ ഒന്നും കണ്ടല്ലോ. അത് താലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അത് നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നമ്മൾ വെറുതെ സംഭവങ്ങൾ കാണിച്ചാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും. ബട്ട് നമ്മൾ മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനങ്ങ് പറയുകയൊക്കെ ചെയ്യും. നമ്മളങ്ങ് അടച്ചാക്ഷേപിക്കും, നമ്മളങ്ങോട്ട് കുറ്റം പറഞ്ഞ് കൊല വിളിക്കും. മനസ്സിലാവുന്നുണ്ട്? രേണു സുധി ചെയ്യുന്ന തെറ്റെന്താ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കും, എന്താ സംഭവം തെറ്റ്? ബിഗ് ബോസ് ഹൗസിൽ നിന്നും അവർക്ക് പറ്റത്തില്ല എന്ന് തോന്നി, പേനാണ്, അവർ കുളിക്കത്തില്ല, അവർ നനയ്ക്കത്തില്ല, വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം വിമർശനങ്ങൾ വന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഓടി തന്നെ പറയാം. അവർ പുറത്തേക്ക് വന്നു. പുറത്ത് വന്ന സമയത്ത് അവർക്ക് ആ ഒരു എന്തെങ്കിലും അവരുടെ ഒരു സംഭവം ഉള്ളതുകൊണ്ടല്ലേ അവരെ ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ ദുബായിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ അവിടെ കൊണ്ടുപോയി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ വിളിച്ചത്. ഇനി ഇതിനെക്കുറിച്ച് ഒരു പുള്ളിക്കാരത്തി നമ്മുടെ ബിഗ് ബോസിന്റെ മുൻ സീസണിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരത്തി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക്. ആളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. ചേച്ചി ദുബായില് ഡാൻസിൽ കളിക്കാൻ പോയിരുന്നല്ലോ, ബാറിന്റെ പ്രൊമോഷന് വേണ്ടി. അതിനെക്കുറിച്ച് പറയാനുള്ളത് ശ്രീലക്ഷ്മി പറഞ്ഞ അത് അത്രേ ഉള്ളൂ. അത് അവരുടെ ഇഷ്ടമല്ലേ. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് സഞ്ചരിക്കാനും ഓരോ ആക്ടിവിറ്റി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വ്യക്തികളല്ലേ, വ്യക്തികളുടെ സ്വാതന്ത്ര്യമല്ലേ. അതിനകത്ത് ആരെന്ത് മറുപടി പറയാനിരിക്കുന്നു? അവർ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ. ബിഗ് ബോസിൽ കയറണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ കയറണമെന്നില്ല, ഡാൻസ് ബാറിൽ പോയി ഡാൻസ് കളിക്കാനായിട്ട്. അതിനെക്കുറിച്ച് എന്തായിരുന്നു? ഒരു പ്രൊമോഷന് വേണ്ടി പോയതാണ്. അങ്ങനെ രേണുജിയെ സംബന്ധിച്ച് ഫസ്റ്റ് ആയിട്ടാണ് ദുബായിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് പ്രൊമോഷനായിട്ട് പോകുന്നത്. പുള്ളിക്കാരത്തി പറയുന്നതിന് അപ്പുറത്തേക്ക് എന്താ പറയാനുള്ളത്? അതായത് ഒരാൾക്ക് അവസരം കിട്ടി, ആ അവസരത്തിൽ അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇതുപോലെ വെള്ളമടിച്ചതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യണം, ആ ഒരു സംഭവങ്ങൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതിനുള്ള പ്രതിഫലം ഇത്ര രൂപ തരാം എന്നുള്ള കാര്യം. ആ സ്ത്രീ പോയടത്ത് എന്താണ് പ്രശ്നം? ആ സാധനത്തിൻ്റെ അകത്ത് അവരെ ദുബായ് പോലെ ഈ ദുബായിൽ ഉള്ളവരെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ദുബായിൽ പോയിട്ടുള്ള ഒരാളാണ്.
ദുബായിൽ ഫാമിലി ബാറുകളുണ്ട്. അവിടെ ഈ മറ്റേ നമ്മൾ ഈ കണ്ടന്റ് ഇല്ലാത്ത ഇവിടെ ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങളുള്ള ബാറുകൾ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചുമ്മാ ഇവിടുത്തെ നമ്മുടെ ലോക്കൽ കള്ള് ഷാപ്പുകൾ എന്നുള്ള രീതി തള്ളി പറയുന്നതല്ല കേട്ടോ, വില കുറച്ച് പറയുന്നതല്ല, അങ്ങനല്ല. അവിടെ ഫാമിലി ആയിട്ട് തന്നെ ഒക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ താല്പര്യമുള്ള ഭക്ഷണം കഴിക്കും, കൂടെ ഉള്ളൊരു വേണമെങ്കിൽ മദ്യപിക്കും, ബാക്കി ഡാൻസ് കളിക്കാനുള്ള ഡാൻസ് കളിക്കും, ഇതൊക്കെ നടക്കുന്ന സംഭവം. അതൊന്നും അവിടെ ഒരു വിഷയമേ അല്ലാത്ത കാര്യമാണ്. ഈ ദുബായിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ UAE-യിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ രേണുസുതി ഇങ്ങനെ ഡാൻസ് ബാറിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പുച്ഛിച്ച് ചിരിക്കും. കാരണം ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർ മാത്രമേ ഇങ്ങനെ പറയുള്ളതാണ്. ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഡാൻസ് ബാറിൽ പോയിട്ടുള്ളവർ ഇത് കണ്ടിട്ടൊന്നും അന്തം വിടാൻ സാധ്യതയില്ല. പബ്ബിൽ പോയിട്ടുള്ളവർ ഇത് കണ്ടിട്ട് അന്തം വിടാൻ സാധ്യതയില്ല. പിന്നെ അത് ആരാ ഇതിനെക്കുറിച്ച് പറയുന്നത്? എന്താ ഇത്? എനിക്കറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നതില്ല. സോ ഞാൻ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിട്ട് തരികയാണ് കേട്ടോ. അവരെ ആ ഒരു സംഭവത്തിനെ കുറിച്ച് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ടൊക്കെ പരുമല ചെരുവിലെ മറക്കാതെ നിങ്ങൾ പാപ്പിലോണിലേക്ക് വരിക. നല്ല അടിപൊളി ലൈവ് മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. കൂടാതെ പോത്തിൻ കാലും അതുപോലെ മാനിറച്ചിയും മുയലിറച്ചിയൊക്കെ ആയിട്ട് അടിപൊളി ജീവിച്ച് പോട്ടടേ. ഇത് കഷ്ടപ്പെടുവാണെന്നേ, കണ്ടാൽ അറിയത്തില്ലേ. അവര് സത്യം പറഞ്ഞാൽ അവരെ വിമർശിക്കുന്നവർ കൂടി, ഞാനൊരു കാര്യം പറയാം, രേണു അംഗീകരിച്ചാലും ഇല്ല എങ്കിലും രേണുവിനെ വിമർശിക്കുന്നവരും കൂടെ രേണുവിന് വളരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം രേണു സുധിയെക്കുറിച്ച് ചർച്ച വരണമെന്ന് രേണു സുധിയെ കൊണ്ടുപോകുന്നവർ പോലും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇത് അവരെ തീർച്ചയായിട്ടും അവരെ വിമർശിച്ചുകൊണ്ട് ആൾക്കാർ വരും. അതിലൂടെ ആ ഒരു സാധനം പബ്ലിസിറ്റി കിട്ടുമെന്നുള്ളൊരു കാര്യം. പിന്നെ അവർ ഈ ഒരു സംഭവത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ കുറച്ചുകൂടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം എന്താണ് സമൂഹത്തിൻ്റെ മുമ്പിൽ രേണു സുധിക്ക് ഇത്രയും വലിയൊരു ഐത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്ന സൗന്ദര്യ ബോധങ്ങളാണ്. നമ്മൾ ഇന്ന വ്യക്തികൾ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, അഥവാ അവരെ കാണാനുള്ള ഒരു ക്ലാസ്സും ഒരു സംഭവം ആഭിജാത്യവും ഒരു ആഡംബരവും ഒരു ഇതൊക്കെ തോന്നണം, ആ ഒരു ഗെറ്റപ്പൊക്കെ തോന്നിയാൽ മാത്രമേ സെലിബ്രിറ്റി ആയിട്ട് മറ്റുള്ള സംഭവങ്ങളായിട്ടൊക്കെ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വിങ്ങലായിട്ട് നിൽക്കുന്ന ഒരു നടനുണ്ട്, കലാഭവൻ മണിച്ചേട്ടനെ വെച്ച് ഇനി പറഞ്ഞ മണിച്ചേട്ടൻ്റെ കമ്പാരിസൺ ഒന്നുമല്ല. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ വെച്ച് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. മണിച്ചേട്ടൻ്റെ ഒരു കാര്യം പറയാം. മണിച്ചേട്ടൻ പണ്ട് ഏതൊരു സിനിമയ്ക്കകത്ത് കരിമാടിക്കുട്ടനാണോ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനാണോ ഏതൊരു സിനിമയ്ക്കകത്ത് അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ ഒരു ആക്ട്രസിന്റെ ക്ഷണിച്ച സമയത്തുണ്ടായ ഒരു കോലാഹലം അറിയാമല്ലോ, അയാളോട് ഞാൻ അഭിനയിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താണ് കാരണം എന്നുള്ള കാര്യം, ഒരു നടന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ സവിശേഷതകളോ ഒരു പെട്ടെന്ന് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള തോന്നൽ ആ നടിക്കുണ്ടായതുകൊണ്ടാണ്. ഇപ്പം ഈ കല്ലെറിയുന്നവരും ഒക്കെ ഈ കുറ്റം പറയുന്നവരും എല്ലാവരും ചിലപ്പോൾ ഇവരെ നാളെ അംഗീകരിക്കേണ്ടി വരും. കാരണം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിറ്റർമൈൻഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് രേണു സുധി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അവർ ഇത്രയൊക്കെ ചവിട്ടി തേച്ച് കുറ്റം പറഞ്ഞ് വായി തോന്നി എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവരിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എണീറ്റ് പറക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞൊരു പ്രചോദനം തന്നെയാണ്. ആ സ്ത്രീയെ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിശ്വസിക്കുന്നില്ല. എനിക്കിതുകൊണ്ടൊന്നും തോന്നിയിട്ടുമില്ല. കാരണം ഞാൻ ദുബായിൽ പോയിട്ടുള്ളതും നമ്മൾ കുറേ കണ്ടും കേട്ടും പോയതൊക്കെ ആണ്. അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ വരെയൊക്കെ ഉണ്ടാവുമെന്ന്. ഇതൊന്നും കണ്ടിട്ട് എനിക്കും തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള മൂല്യങ്ങളുണ്ടല്ലോ, മൂല്യങ്ങളും നമ്മൾ സ്വയം വിചാരിപ്പിക്കുന്ന സദാചാര മൂല്യങ്ങൾ, ആ സദാചാര മൂല്യത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു വ്യക്തിയിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അംഗീകരിക്കുന്നുള്ള മനസ്സിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചില സംഭവങ്ങളുണ്ട്, ചില ബിംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് അവർക്ക് ആ കാണാനുള്ള ഇവരിങ്ങനെ എന്നാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുന്നത്. കാരണം ഇവരെന്താ ഇങ്ങനെ, ഇവരെ കാണാനൊന്നും കൊള്ളത്തില്ലല്ലോ, ഇവർ പിന്നെ എന്തായി കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള സംഭവം. അപ്പോഴേ രേണു സുധിയുടെ ഋതപ്പൻ്റെ ട്രോമയൊക്കെ പോയോ, ട്രോമ മാറിയോ, പിന്നെ മറ്റേ എല്ലിൻ്റെ ഇടയിൽ കയറി കഴിച്ചിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതാണ്, ഇവളെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് നിശ്ചിതമായിട്ട് വിമർശിക്കാം. ഒരു നിമിഷം കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ എത്രത്തോളം ആണെന്ന്. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നര വരും, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ചുളിവ് വരും, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും കുനിയും, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഒരു 6 അടി മണ്ണിൻ്റെ അകത്ത് കുഴിയിൽ കിടക്കും, അല്ലെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് മറ്റേ ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ട് കരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലൈഫൊന്നുമില്ല. അതുകൊണ്ട് ആ ലൈഫ് വരെ അത് തീരുന്നത് വരെ ജീവിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ, ആണായാലും പെണ്ണായാലും ഇതര ജെൻഡറായാലും ആരാണെങ്കിലും തീരുമാനിച്ചാൽ അവർ പറക്കട്ടെ എന്ന് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തിനാ അവരെ വലിച്ച് താഴാൻ ശ്രമിക്കണം നമ്മൾ? പിന്നെ ഞാൻ ഇവരെ ആരും വിമർശിക്കുന്നവർ ഇവരെ വലിച്ചു താഴാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം രേണു സുധി എന്നുള്ളൊരു വ്യക്തി കോണ്ടന്റായിട്ട് നിലനിൽക്കുന്നത്, സോഷ്യൽ മീഡിയ നിൽക്കുന്നതിൽ രേണു സുധിക്ക് തന്നെയാണ് ഗുണം.
അതുകൊണ്ട് അവരാരും വലിച്ചു താഴാൻ വേണ്ടിയിട്ട് അവരടുത്ത് ഭയങ്കരമായിട്ട് ഇവരെ വിമർശിക്കുന്ന ആൾക്കാർക്കൊക്കെ രേണുസുതിയോട് ഭയങ്കരമായിട്ട് വെറുപ്പ് വെച്ചിട്ടുള്ളത് എനിക്കറിയത്തില്ല, ഒരിക്കലുമില്ല. കാരണം എനിക്കറിയുന്ന എൻ്റെ ഓരോ സുഹൃത്തുക്കളൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്ക് ഇവരോടൊന്നും ഒരു വെറുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നേ വരെ. പക്ഷേ അതൊരു കോണ്ടന്റാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും അവരെ കാണുന്ന ഓഡിയൻസ് ഒക്കെ ഇങ്ങനെയുള്ള തരത്തിലുള്ള കോണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് ചെയ്യുന്നതായിരിക്കാം. അതർവൈസ് ഇവരോട് ആർക്കും ഒരു ഒരു വെറുപ്പുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അഭിപ്രായങ്ങളാണ്. സാമൂഹിക മാധ്യമങ്ങൾ ഒരു കാര്യം വരുമ്പോൾ രണ്ട് അഭിപ്രായം വരും. ഇപ്പം ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് ഒരാൾക്ക് പറയുന്നതിന് അർഹതയും അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമുണ്ട്. ആ സ്പേസിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അവരത് ഏറ്റെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവരെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കോൺട്രവേഴ്സി ആവണമെന്നുള്ളതും അതിലൂടെ ആ ഒരു സ്ഥാപനത്തിന് കുറച്ചുകൂടെ റീച്ച് കിട്ടണമെന്നുള്ളതാവാം ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ലതായി വരട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. നല്ലതായിട്ട് വരട്ടെ. കഷ്ടപ്പെടുന്നവരല്ലേ, വളർന്നു വരട്ടെന്ന്. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്ന ഗൈസ്, ബൈ.